ഒന്ന്, സിവിൽ സർവീസ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ, അതായത് ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഓവർ കോൺഫിഡൻസും പാടില്ല, സെൽഫ് ഡൗട്ടും പാടില്ല എന്ന് ഞാൻ പറയും. നമ്മൾ ഈ പരീക്ഷ വളരെ സിമ്പിളാണെന്ന് വെച്ചിട്ട് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അത് പരീക്ഷയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ല, നമ്മളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്നവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മാത്രമാണ് പഠിക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും ഓവർ കോൺഫിഡൻസ് ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ആത്മാർത്ഥമായി തന്നെ പഠിക്കുന്നുണ്ടാവും. അതൊന്ന്. 2, സെൽഫ് ഡൗട്ടാണ്. നമുക്കിത് പറ്റുമോ എന്നുള്ള ചോദ്യം പലർക്കും ഉണ്ടാകാറുണ്ട്. നമ്മൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്താൽ പറ്റുമെന്നുള്ള, അതായത് എനിക്ക് തീർച്ചയായിട്ടും അത് പറ്റും എന്നുള്ള ആ ഒരു സെൽഫ് ഡൗട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിടുക. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ബാലൻസ് നമുക്ക് എപ്പോഴും വേണം. 2, നമ്മുടെ സിവിൽ സർവീസ് ആസ്പിറൻസ് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പലപ്പോഴും തെറ്റിദ്ധാരണയാണ് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നവർക്ക് എല്ലാത്തിനെ പറ്റിയും അറിവുണ്ടാകുന്നുള്ളത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റില്ല. സിലബസിനുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക, മിനിമം മെറ്റീരിയലുകൾ ഉപയോഗിക്കുക, അത് കൂടുതൽ തവണ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് കൂടുതൽ ഓർത്തിരിക്കാനായിട്ട് പറ്റും. 3, നമുക്കിതിനൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പ് എപ്പോഴും വേണം. അതിപ്പോൾ കോച്ചിങ് സ്ഥാപനങ്ങളിൽ പോകണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്കുകൾ ഐഡൻറ്റിഫൈ നമ്മൾ ചെയ്യണം, ആ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകണം. ഈ 3 കാര്യങ്ങൾ എല്ലാ ആസ്പിറൻസും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.